എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ചരിത്രത്തെ ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും രണ്ടായി വിഭജിച്ച സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. റോമൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധിയായിരുന്നു ക്രൂശീകരണം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിന്റെ അതിർത്തിയിലുള്ള കാൽവരി കുന്നിൽ ഒരു സാധാരണ മരണമായിരുന്നില്ല നടന്നത്. തന്റെ 6 മണിക്കൂർ നീണ്ട കുരിശുമരണത്തിന്റെ അവസാന നിമിഷത്തിൽ യേശു എല്ലാം നിവൃത്തിയായി എന്ന് ഉറക്കെ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞ ആ കൃത്യമായ നിമിഷത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ നടുക്കിയ 5 അസാധാരണ സംഭവങ്ങൾ അരങ്ങേറി. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് അക്കാലത്തെ സുവിശേഷകന്മാരും യഹൂദ റോമ ചരിത്രകാരന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയ ചരിത്ര സത്യങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ മരണത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത പ്രകൃതി നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിയ ആ 5 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവയുടെ പിന്നിലെ ശാസ്ത്രീയവും ആത്മീയവുമായ രഹസ്യങ്ങൾ എന്തെല്ലാമാണ്? ഈ വീഡിയോയിലൂടെ നമ്മൾ അത് ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വെൽക്കം ടു യേശു നല്ലയുടെ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. എല്ലാരും ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഒന്നാമത്തെ സംഭവം ഉച്ച സമയത്തെ കനത്ത അന്ധകാരം. മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളും ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. യേശുവിനെ കുരിശിൽ തറച്ചത് രാവിലെ 9 മണിക്കാണ്. എന്നാൽ ഉച്ചയ്ക്ക് 12 മണി ആയപ്പോൾ, അതായത് സൂര്യൻ ഉച്ചയിൽ നിൽക്കേണ്ട സമയത്ത് പെട്ടെന്ന് നാടകം കനത്ത ഇരുട്ടായി മാറി. ഈ അന്ധകാരം ഉച്ച കഴിഞ്ഞ് 3 മണി വരെ, അതായത് കൃത്യം 3 മണിക്കൂർ നീണ്ടു നിന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു സാധാരണ സൂര്യഗ്രഹണമായിരുന്നില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ അത് അസാധ്യമാണ്. കാരണം യേശു മരിച്ചത് യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിനാണ്. പെസഹ വരുന്നത് എപ്പോഴും വെളുത്ത വാവ് അഥവാ പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിലാണ്. പൂർണ്ണചന്ദ്രനുള്ളപ്പോൾ ഒരിക്കലും സൂര്യഗ്രഹണം ഉണ്ടാകില്ല. മാത്രമല്ല, ഒരു സൂര്യഗ്രഹണം പരമാവധി കുറച്ചു മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ. എന്നാൽ ഇവിടെ 3 മണിക്കൂറാണ് കാർമേഘങ്ങളില്ലാതെ പ്രകൃതി ഇരുണ്ടത്. ഇതിനെക്കുറിച്ച് ബൈബിളിന് പുറത്തുള്ള ചരിത്രകാരന്മാർ എന്തു പറയുന്നു എന്ന് നോക്കാം. 1-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ചരിത്രകാരനായ താലസ്, റോമൻ ചരിത്രകാരനായ ഫ്രൈഗോൺ എന്നിവർ തങ്ങളുടെ രേഖകളിൽ യെരുശലേമിലുണ്ടായ ഈ കനത്ത അന്ധകാരത്തെക്കുറിച്ച് ഭയത്തോടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ വെളിച്ചമായി യേശു മരിക്കുമ്പോൾ പ്രകൃതി പോലും ദുഃഖത്താൽ മുഖം മറച്ചതുപോലെയായിരുന്നു ആ നിമിഷം. രണ്ടാമത്തെ സംഭവം ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്നും താഴേക്ക് കീറിയത്. യേശു മരിച്ച അതേ നിമിഷത്തിൽ തന്നെ തൊട്ടടുത്തുള്ള യെരുശലേം മഹാദേവാലയത്തിൽ അവിശ്വസനീയമായ മറ്റൊരു കാര്യം നടന്നു. ദേവാലയത്തിന്റെ ഉള്ളിലെ അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപിൽ തൂക്കിയിട്ടിരുന്ന വലിയ തിരശീല മുകളിൽ നിന്നും താഴേക്ക് കൃത്യമായി 2ആയി കീറിപ്പോയി. എന്താണ് ഈ തിരശീലയുടെ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്തെ ഒരു സാധാരണ തുണിയല്ലാതെ ചരിത്രകാരനായ ജോസീഫസിന്റെ രേഖകൾ പ്രകാരം ഏകദേശം 60 അടി ഉയരവും 30 അടി വീതിയുമുള്ള, മനുഷ്യർക്ക് കൈകൊണ്ട് വലിച്ചു കീറാൻ പറ്റാത്തത്ര കട്ടിയുള്ള ഒന്നായിരുന്നു ഈ വിരി. കുതിരകളെ കൊണ്ട് ഇരുവശത്തേക്കും വലിച്ചാൽ പോലും ഇത് കീറില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അവിടെ കയറാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ തിരശീല കീറിയത് താഴെ നിന്നല്ല, മുകളിൽ നിന്നാണ്. അതായത് മനുഷ്യനല്ല, ദൈവം തന്നെയാണ് അത് കീറിയത്. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം ഇല്ലാതായി എന്നും, ഇനി ഏതൊരു സാധാരണക്കാരനും യേശുവിലൂടെ ദൈവത്തോട് നേരിട്ട് ആശയവിനിമയം നടത്താം എന്നുള്ള വലിയൊരു ആത്മീയ വിപ്ലവത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. മൂന്നാമത്തെ സംഭവം പ്രകൃതിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു ഭൂമി കുലുക്കമായിരുന്നു. യേശു തന്റെ ജീവൻ വെടിഞ്ഞ ആ സെക്കൻഡിൽ ഭൂമി അതിശക്തമായി കുലുങ്ങി. വലിയ പാറകൾ നടുവെ പിളർന്നു മാറി. ഇത് വെറുമൊരു പ്രകൃതിക്ഷോഭമായിരുന്നില്ല. ദൈവപുത്രന്റെ മരണത്തിൽ ഭൂമി പോലും നടുങ്ങി വിറച്ചു എന്നാണ് പഴയകാല വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇന്ന് നമ്മൾ ഇസ്രയേലിലെ യെരുശലേമിലുള്ള ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കർ സന്ദർശിച്ചാൽ അവിടെ യേശുവിന്റെ കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്ന ആ വലിയ പാറ ഇന്നും കാണാൻ സാധിക്കും. ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ആഴത്തിലുള്ള ഒരു വലിയ വിള്ളലുമുണ്ട്. ഭൂമിശാസ്ത്രജ്ഞന്മാർ ഈ പാറയെക്കുറിച്ച് പഠനം നടത്തുകയും 1-ാം നൂറ്റാണ്ടിൽ അവിടെ അസാധാരണമായ ഒരു ഭൂചലനം നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ പ്രകൃതി നിശബ്ദമായിരിക്കാൻ തയ്യാറായില്ല എന്നതിന്റെ തെളിവാണ് ഈ ഭൂമികുലുക്കം. 4-ാമത്തെ സംഭവം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും അത്ഭുതവും ഒപ്പം ചെറിയൊരു ഭയവും തോന്നിയേക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യങ്ങളിൽ ഈ വിചിത്രമായ സംഭവത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമികുലുക്കമുണ്ടായ ആ നിമിഷത്തിൽ യെരുശലേമിന് ചുറ്റുമുള്ള പല കല്ലറകളും തനിയെ തുറക്കപ്പെട്ടു. അത്രമാത്രമല്ല, മരണമടഞ്ഞിരുന്ന ഒട്ടനവധി വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ജീവനോടെ ഉയർത്തെഴുന്നേറ്റു.
അവർ കല്ലറകളിൽ നിന്നും പുറത്തു വരികയും യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേം നഗരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ അനേകം ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് യേശു മരിച്ചപ്പോൾ കല്ലറകൾ തുറക്കപ്പെട്ടത്? കാരണം യേശു കുരിശിൽ മരിച്ചത് തോറ്റുപോകാനല്ല, മറിച്ച് മരണത്തിന്റെ മേലുള്ള വിജയം പ്രഖ്യാപിക്കാനായിരുന്നു. മരണത്തിന്റെ അധിപനായ സാത്താന്റെ അധികാരം അവിടെ തകർക്കപ്പെട്ടു. തനിക്ക് മരണത്തിന്മേൽ പൂർണ്ണ അധികാരമുണ്ടെന്ന് കാണിച്ചു തരാൻ യേശു അവിടെ ജീവന്റെ വാതിൽ തുറക്കുകയായിരുന്നു. അഞ്ചാമത്തെ സംഭവം പ്രകൃതിയിലല്ല, മറിച്ച് മനുഷ്യന്റെ ഹൃദയത്തിലാണ് സംഭവിച്ചത്. യേശുവിനെ ക്രൂശിക്കാൻ നേതൃത്വം നൽകിയ റോമൻ ശതാധിപന്റെ ഹൃദയമാറ്റം. ഇവർ സാധാരണക്കാരായ സൈനികരല്ല, ക്രൂരന്മാരും ഒട്ടനവധി കൊലപാതകങ്ങൾ കണ്ട് മരവിച്ച ഹൃദയമുള്ളവരുമാണ്. യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചതും പരിഹസിച്ചതുമെല്ലാം ഇവരുടെ മുൻപിൽ വെച്ചായിരുന്നു. എന്നാൽ യേശു കുരിശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു. ഒടുവിൽ യേശു മരിച്ച നിമിഷത്തിൽ ഉണ്ടായ കനത്ത അന്ധകാരവും ഭൂമികുലുക്കവും പാറകൾ പിളരുന്നതുമെല്ലാം ഈ ശതാധിപൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. കടുത്ത യുക്തിവാദിയായിരുന്ന ആ റോമൻ പടയാളി ഭയത്തോടെ വിറച്ചുകൊണ്ട് മുട്ടുകുത്തി ആകാശത്ത് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. Truly this was the Son of God. ചരിത്രരേഖകൾ പ്രകാരം ഈ ശതാധിപന്റെ പേര് ലോംഗിനസ് എന്നായിരുന്നു. അവൻ പിന്നീട് ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ വലിയൊരു അനുഗാമിയായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ക്രൂരനായ ഒരു റോമൻ പടയാളിയുടെ ഉള്ളിലെ കഠിനമായ ഹൃദയത്തെ പോലും പിളർക്കാൻ യേശുവിന്റെ മരണത്തിന് സാധിച്ചു. അതേ സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിന്റെ മരണം വെറും ഒരു ചരിത്ര സംഭവമല്ല, പ്രകൃതിയെയും ആത്മീയ ലോകത്തെയും മനുഷ്യ മനസ്സിനെയും ഒരുപോലെ മാറ്റിമറിച്ച അത്ഭുത നിമിഷമായിരുന്നു അത്. ആ കനത്ത ഇരുട്ടും ഭൂമികുലുക്കവും കീറിപ്പോയ തിരശീലയും എല്ലാം ഇന്ന് നമ്മളോട് വിളിച്ചോതുന്നത് ഒന്ന് മാത്രമാണ്: യേശു വെറുമൊരു പ്രവാചകനോ സാധാരണ മനുഷ്യനോ ആയിരുന്നില്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഈ 5 അത്ഭുതങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച സംഭവം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചരിത്രപരവും ആത്മീയവുമായ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.